friends, welcome back to my YouTube channel. I am Aishwarya. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ചാനലിൽ ക്രാഫ്റ്റോ ഡ്രോയിങ്ങോ അങ്ങനത്തെ വീഡിയോ ഒന്നല്ല കേട്ടോ. ഞാൻ വിചാരിച്ചു എൻ്റെ വീട്ടിലത്തെ ഒരു ഫിഷ് ടാങ്കൊക്കെ കാണിച്ചു തരാമെന്ന്. ഇങ്ങനെ എന്ത് വീഡിയോ എടുക്കുന്ന ആലോചിച്ചപ്പോഴാണ് ഇതിൻ്റെ കാര്യമൊക്കെ ഓർമ്മ വന്നത്. ആർക്കും കാണിച്ചു തന്നിട്ടില്ലല്ലോ. അപ്പോൾ ഈ വീഡിയോ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ 2 ടാങ്ക് ഉണ്ട്, പിന്നെ ഇനി കുറച്ച് അക്വേറിയത്തിൽ, പിന്നെ കുറച്ച് പാത്രത്തിൽ അങ്ങനെയൊക്കെ ആയിട്ടാണ് കേട്ടോ ഇവിടെ ഉള്ളത്. കുറേ ഉണ്ടായിരുന്നു, ഇപ്പം അധികം ഇല്ല. അപ്പോൾ ഇവിടെ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് സൗണ്ടൊക്കെ കേൾക്കും, അതൊക്കെ ഒന്ന് ക്ഷമിക്കുക. അതൊക്കെ ഉണ്ടാവും. അത്യാവശ്യം മൈക്ക് വെച്ച് സംസാരിക്കുന്നതുകൊണ്ട് അത്രയ്ക്കും കേൾക്കില്ല, എന്നാലും ഉണ്ടാവും കേട്ടോ സൗണ്ടൊക്കെ. അപ്പോൾ ഇവിടെ 2 ടാങ്കാണുള്ളത്. ഇത് മതിലിൻ്റെ ഇപ്പുറത്ത് കുറച്ച് തബൂക്കൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതിൽ വേറൊരു പാത്രത്തിൽ കുറച്ച് ഗപ്പീനൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അവിടെ എന്തോ ഒരു പണിയൊക്കെ നടക്കുന്നുണ്ട്, അതിൻ്റെ സൗണ്ടാണ്. അപ്പോൾ ഈ ടാങ്കിൽ ആദ്യം കുറച്ച് എന്താ പറയുക, പാടത്തെ മീനൊക്കെ ഉണ്ടായിരുന്നു. പാടത്ത് പോയിട്ട് കുറച്ച് മീനൊക്കെ പിടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് ചെറിയ പാത്രത്തിലിട്ട് അങ്ങനെ വളർത്തിയതാണ്. പിന്നെ ഞങ്ങൾക്ക് അവിടെ നിന്ന് കല്ലുത്തി അങ്ങനത്തെ മീനൊക്കെ കിട്ടി, ബ്രാലിനൊക്കെ കിട്ടി. അത് ചാടിപ്പോയി. കല്ലുത്തി 2 ഉണ്ടായിരുന്നു, അത് ചത്തുപോയി. കുറേ മുമ്പാണ്, ഞങ്ങൾ കൊറോണ ടൈമിലായിരുന്നു ഈ ഒരു ടാങ്ക് ഉണ്ടാക്കിയത്. അപ്പോൾ ഇത് കുറേ നല്ല ഗപ്പി, പിന്നെ നമ്മുടെ കോഴിക്കാർപ്പ്, ഗൗരാമി ഇപ്പോഴും ഉണ്ട് ഇതിൽ. പിന്നെ കുറേ നല്ല വെറൈറ്റി മീനുകളായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. എൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇടയിൽ കൊടുക്കാം കേട്ടോ. അതൊക്കെ ഇപ്പോൾ ചത്തു. ഇപ്പോൾ ആകെ ഇപ്പോൾ ഉള്ളത് നമ്മുടെ തിലോപ്പി ഉണ്ട്, പിന്നെ ഗൗരാമി ഉണ്ട്, പിന്നെ കുറച്ച് ഗപ്പി, മോളി അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഇപ്പോൾ ഈ ടാങ്കിലുള്ളത്. പിന്നെ ബാക്കിൽ പടുതാക്കോളം ഉണ്ട്. ഇത് ബാക്കിലത്തെ പടുതാക്കോളം. ഇത് നമ്മൾ വലിയ കുഴി കുഴിച്ചിട്ട് അതിൽ നമ്മൾ ഈ ചാക്കൊക്കെ സിമെൻറ്റിൽ മുക്കിയിട്ട് അങ്ങനെ എന്താണ് ചെയ്യണത് കേട്ടോ. അച്ഛനാണ് ചെയ്തത്, ഞാനല്ല. അച്ഛനാണ് വീഡിയോ എടുത്ത് തരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇട്ടിട്ട് അതിൻ്റെ മേലെ ഷീറ്റൊക്കെ ഇട്ടിട്ട് അങ്ങനെ ചെയ്തത്. കുറേ നാളായി. 2020 ഞങ്ങൾ 2021 ആ ടൈം, കൊറോണ ടൈം ഉണ്ടാക്കിയതായിരുന്നു കേട്ടോ. അപ്പോൾ ഫസ്റ്റ് 3-4 വട്ടം ഓരോ കൊല്ലമാകുമ്പോൾ നമ്മൾ ഈ കിളികളൊന്നും വീഡിയോ എടുക്കാൻ സമ്മതിക്കണില്ല. എന്നാലും ഇത് ഓരോ കൊല്ലമാകുമ്പോൾ ഞങ്ങളിതൊന്ന് റിപ്പയർ ചെയ്യും. വീണ്ടും ഷീറ്റ് അത്ര ക്വാളിറ്റി ഉള്ള ഷീറ്റല്ല ട്രിപ്പി ഉണ്ടായിരിക്കും. ഉണ്ടായിരുന്നു അവിടെ. ഈ കിളികൾ നമ്മളെ വീഡിയോ എടുക്കാൻ സമ്മതിക്കുന്നില്ല. വല്ലാത്ത ശല്യം. ഇവിടെ ഉള്ള കിളീനെ കൊണ്ട് ശല്യമാണ്, വല്ലാത്ത കിളീനെ കൊണ്ട് ശല്യമാണ്. ഉണ്ടായിരിക്കുക അവിടെ. ഭാര്യയും ഭർത്താവാൻ തോന്നുന്നുണ്ട്. അല്ല, ഫാമിലി ആയിട്ടാണ് വന്നിരിക്കണം, എല്ലാവരും കൂടിയിട്ട് തല്ലുണ്ടാക്കുക. ഉണ്ടായിരുന്നു അവിടെ കല്ലെടുത്തെറിയൊക്കത്തിന്. അപ്പോൾ ഇതിൻ്റെ മേലെ ഷീറ്റാണ് ഇട്ടിട്ടിരിക്കുന്നത്. ഇത് ഇങ്ങനത്തെ നീല ഷീറ്റ്, അങ്ങനത്തെ സാധാ ഷീറ്റാണ്. ഇതിനെ പറ്റിയ ഷീറ്റൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ അതൊന്നും ഇട്ടില്ല, അതൊക്കെ ഭയങ്കര എക്സ്പെൻസീവാണ്. അപ്പോൾ നമ്മൾ ഇതിട്ടു. ഇത് ഓരോ കൊല്ലം ആകുമ്പോൾ ഞങ്ങളിങ്ങനെ മാറ്റുന്നുണ്ട്. ഇത് മാറ്റി വേറെ ഷീറ്റ് ഇട്ടാണ് ഓരോ കൊല്ലം നമ്മൾ റിപ്പയർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു കൊല്ലമൊക്കെയാണ് മെയിനായിട്ട് അത്. അപ്പോഴേക്ക് ഇത് ഒരുവിധം ചീത്തയാവും. ആദ്യം ഞങ്ങൾ ഈ ടാങ്കിൽ നിന്നുള്ള മീനുകളൊക്കെ ഇതിലേക്ക് ഇടുകയാണ് ചെയ്തത്. ഇതിൽ തിലോപ്പിയൊക്കെ നല്ല റെഡ് ഷെയ്ഡൊക്കെ ഉള്ള തിലോപ്പിയ, പിന്നെ ഇതിൽ കുറേ പ്രസവിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഗൗരാമയൊക്കെ ലോഡ് മുട്ട ഇടുമായിരുന്നു. അതൊക്കെ വീഡിയോ ഒക്കെ ചെയ്യും. പക്ഷെ കുട്ടികളൊക്കെ ഉണ്ടായി കുറച്ച് കഴിയുമ്പോൾ കുട്ടികളൊക്കെ ചത്തും പോവും. 1-2 ഉണ്ടായിരുന്നു. കുറേ കുട്ടികളുണ്ടാവും കേട്ടോ, പക്ഷെ അതൊക്കെ ചാവും. ഇത് നമ്മുടെ തിലോപ്പിയും കുറേ പ്രസവിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിൽ 1-2 കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ കുറേ ഈ ബ്രാലൊക്കെ ചാടിപ്പോയി. അങ്ങനെ കുറച്ചുണ്ടായിരുന്നു. പിന്നെ ചിലർക്ക് മീനുകൾക്ക് ഫംഗസൊക്കെ വരും. അപ്പോൾ ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും വന്നിട്ട് ഒക്കെ ചാവും. പിന്നെ മഴയൊക്കെ പെയ്യുമ്പോൾ നിറഞ്ഞിട്ട് ഒഴുകിപ്പോവും, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പോൾ കുറേ കൊല്ലമായി, 2020 ആ ടൈമിൽ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അത്യാവശ്യം കൊല്ലമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ കുറേ മീനൊക്കെ ഉണ്ടായിരുന്നു. ഇതിൽ എപ്പോഴാണ് ഞങ്ങൾ വെള്ളമൊക്കെ മാറ്റുക, കൊല്ലത്തിലൊരിക്കലല്ല, 5-6 മാസം കൂടുമ്പോൾ അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ മാറ്റുക. കാരണം ഇത് അത്യാവശ്യം പാടുണ്ട്. മൊത്തം വറ്റിക്കണം, നമ്മൾ മീനെ പിടിക്കണം. മീനുകളാണ് പിടിച്ചാലും കിട്ടാത്ത മീനുകളാണ്. മൊത്തം വറ്റിച്ചാലാണ് മീനെ കിട്ടുള്ളൂ. അപ്പോൾ അത് മാറ്റിയിട്ട് പിന്നെ ഇതൊക്കെ കഴുകി വെള്ളം മാറ്റി നല്ല മെനക്കെട്ട പണി. ഇതിനുള്ളിൽ കുറേ കല്ലും ഓടൊക്കെ വെക്കി മീനുകൾക്ക് ഒളിച്ചിരിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് കഴുകണം, നല്ല മെനക്കേടാണ്. ഞങ്ങൾ ആദ്യം ഈ ടാങ്കിലൊക്കെ ആയിരുന്നപ്പോൾ പിന്നെയും 2 മാസം കൂടുമ്പോഴൊക്കെ വൃത്തിയാക്കിയിരുന്നു. ഇത് അത്രയ്ക്കും പാടില്ല, അതിൻ്റെ അത്ര പാടില്ല. ഇത് മതിലിൻ്റെ സൈഡിൽ കുറച്ച് തബൂക്ക വെച്ചിട്ട് പണിതതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ തന്നെയായിരുന്നു ആദ്യം. പിന്നെ ഇതിൽ നിന്ന് കുറേ മീനിലോട്ടാക്കിയപ്പോൾ നിറച്ചും ഗപ്പീനെ വളർത്തിയിരുന്നു. ഈ ടാങ്ക് മൊത്തം ഗപ്പിയായിരുന്നു. ഇപ്പോൾ അതൊരു പാത്രത്തിൽ നിറച്ച് കുറച്ച് ഗപ്പിയുള്ളൂ. കുറേ വെറൈറ്റി ഗപ്പി, മൂലി ഒക്കെ മിക്സായിരുന്നു കേട്ടോ. പക്ഷെ അതൊക്കെ ചത്തുപോയി. അപ്പോൾ നമ്മൾ സൈഡിൽ ഇതിൽ കുറച്ചിപ്പോൾ തിലോപ്പിയും
ഗൗരാമി ഉണ്ട്. ഗൗരാമി പണ്ടത്തെ ഇപ്പോഴും ഉണ്ട് കേട്ടോ. കാർപ്പൊക്കെ ഒരുപാടുണ്ടായിരുന്നു, പക്ഷെ ഒക്കെ ചത്തു. എന്തോ ഫംഗസ് വന്നിട്ട് കുറേ ചത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ഒരുപാട് ഗപ്പികളുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞ പോലെ തന്നെ. അതിന് മുമ്പ് ഞങ്ങൾ പാടത്തുനിന്ന് കുറേ മീനൊക്കെ പിടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളിവിടെ അടുത്തുള്ള പാടമുണ്ട്. അപ്പോൾ ഞാൻ അച്ഛനും കൂടിയിട്ട് കുറേ മീനെ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഈ ചൂട്ടൻ അങ്ങനെ എന്തൊക്കെയോ മീനൊക്കെ ഉണ്ട്, എനിക്കറിയില്ല. അപ്പോൾ ആ മീനൊക്കെ ഇങ്ങനെ ചെറിയ പാത്രത്തിലൊക്കെ ഇട്ട് വളർത്തിയിരുന്നു കേട്ടോ. അപ്പോൾ 1-2 ഗപ്പീനെ മേടിച്ചതായിരുന്നു. അപ്പോൾ തന്നെ ഇങ്ങനെ പെറ്റ് ഞങ്ങൾ മോളീനെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്കത് ഫ്രീ ആയിട്ട് കിട്ടിയൊരു മോളിയായിരുന്നു. പക്ഷെ അത് കുറേ പ്രസവിച്ചൊരു ബ്ലാക്ക് യെല്ലോ ഷെയ്ഡിലുള്ളൊരു മോളിയായിരുന്നു. ഒരുപാട് പ്രസവിച്ച് പെറ്റ് കുറേ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ മോളിയൊന്നുമില്ല. ഒരു ബ്ലാക്ക് മോളി, വൈറ്റ് മോളി, ഓറഞ്ച് മോളിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ വൈറ്റ് മോളിയൊക്കെ ആകെ വരുന്നേ ഉള്ളൂ. ലോഡ് ഉണ്ടായിരുന്നതാണ്, ഒക്കെ പോയിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ വീഡിയോസിൽ എവിടെയെങ്കിലുമൊക്കെ ഞാൻ ആഡ് ചെയ്യാം കേട്ടോ. ഇതിന് ഒരുപാട് ചെടികളുണ്ടായിരുന്നു, വാട്ടർ പോപ്പി. പിന്നെ ഇങ്ങനത്തെ ഈ പായലൊക്കെ ഉണ്ടോ, ഈ പൂ പോലത്തെ പായലൊക്കെ ഒരു 3 മേടിച്ചിട്ടുണ്ടാവും. ഇതിപ്പോൾ നിറച്ചിങ്ങനെ ഉണ്ടായി കൊണ്ട് കളയേണ്ട അവസ്ഥയാണ്. അത്രയ്ക്ക് ഈ ടാങ്ക് മൊത്തം അതൊക്കെയായിരുന്നു കേട്ടോ. പിന്നെ പാടത്തുനിന്ന് കുറേ ഇങ്ങനത്തെ പായലൊക്കെ പറക്കെടുത്തുകൊണ്ട് വരും. പിന്നെ ഇങ്ങനത്തെ ഒരു വയലറ്റ് പൂണ് കുളവാഴ, ആ സാധനത്തിൻ്റെ ഒക്കെ പറക്കെടുത്തുകൊണ്ട് വരും. പിന്നെ നെയ്യാമ്പിൽ ചെറിയ വെള്ള പൂവാട്ടോ, ഞാൻ കാണിച്ചത് ഇതാണ് ആ സാധനം ഉണ്ടോ. അതൊക്കെയാണ് ഞാൻ പറഞ്ഞ നെയ്യാമ്പൽ. പിന്നെ ഈ പായൽ, പിന്നെ കുറച്ച് ഇങ്ങനത്തെ ചെടിയൊക്കെ ഉണ്ട്. ഇതിൽ വയലറ്റ് കളറ് പൂവുണ്ടാവും കേട്ടോ. അതിപ്പോൾ ഉണ്ടായിരുന്നു. പിന്നെ ഇതിൽ വാട്ടർ പോപ്പി എന്ന് പറഞ്ഞൊരു ചെടി ഉണ്ടായിരുന്നു. ഞാൻ ഫോട്ടോയിലേക്ക് ഒരു മഞ്ഞപ്പൂ, നല്ല രസമായിരുന്നു കേട്ടോ. പക്ഷെ അതൊക്കെ ഇപ്പോൾ പോയി. ഒരുപാടുണ്ടായിരുന്നു. ഇവിടെ ഓരോ മൂലയ്ക്കിലും ഒരേ പാത്രത്തിൽ ഇങ്ങനെ മീനുകളായിരുന്നു. ഇപ്പോൾ അത്രയ്ക്കൊന്നും ഇല്ല. ഇപ്പോൾ ഒരു ഫിഷ് ടാങ്കിൽ കുറച്ച് മീൻ ഇട്ടിട്ടുണ്ട് ഫ്രണ്ടിൽ. പിന്നെ കുറച്ച് ഇവിടെ പാത്രത്തിൽ ഇപ്പം അത്രയേ ഉള്ളൂ, കുറച്ചേ ഉള്ളൂ കേട്ടോ. ഒരുപാടുണ്ടായിരുന്നു. എനിക്ക് കുറച്ച് പ്രാന്തുണ്ടായിരുന്നു. ഉള്ള ഇതൊക്കെ മീനെ മേടിച്ച് തീർക്കണം. കിട്ടുന്ന കാശ് മൊത്തം ഞാൻ കൂട്ടി വെച്ചിട്ട് മീനെ മേടിക്കും. പക്ഷെ അതൊന്നും ഈ കാർപ്പതിനൊന്നും നമുക്ക് വറുത്ത് തിന്നാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഫംഗസ് വന്ന് ഇങ്ങനെ ഓരോ അസുഖങ്ങൾ വന്നിട്ട് ചത്തു. ഈ തിലോപ്പിയ, പിന്നെ ഇങ്ങനത്തെ ബ്രാല്, ഇങ്ങനെയൊക്കെ വളർത്തണ ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ എടുത്ത് തിന്നാം. നമുക്കിങ്ങനെ മരുന്നടിക്കാത്ത നല്ല മീനെ തിന്നാൻ പറ്റും. അപ്പോൾ ഇതിൽ ഞങ്ങൾ എപ്പോൾ മീനെ പിടിച്ച് വറക്കാമെന്ന് വെച്ചാൽ അപ്പോൾ ഒരു അസുഖം വന്ന് ചാവും. ഈ അസുഖം വന്ന് ചാവണ മീനുകളെ തിന്നാൻ അത്ര ധൈര്യമില്ല. അപ്പോൾ ഞങ്ങളതിനൊക്കെ കൊണ്ട് പൂച്ചയ്ക്ക് കൊടുക്കും കേട്ടോ. പൂച്ചകൾക്ക് സുഖമാണ്, ഈ മീനൊക്കെ നന്നായിട്ട് തിന്നും. പിന്നെ ഇവർക്ക് അങ്ങനെ ചില മീനുകളെ പിടിക്കാറില്ല. അപ്പോൾ ഞങ്ങൾ കൊണ്ട് കളയാണ് ചെയ്യാറ്. ചില സമയത്ത് വറ്റിക്കുമ്പോൾ ഞങ്ങൾ നല്ല വലിയ മീനൊക്കെ ഉണ്ടോ, നല്ല സൈസായി ഉണ്ടോ, അപ്പോൾ അതൊക്കെ ഞങ്ങൾ എടുക്കും. എന്തിനാ വെറുതെ കളയെന്ന് വെച്ച് നല്ല ഇത്ര വലിയ സൈസിലൊക്കെ തിലോപ്പികൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ കുട്ടികളാണ്. പിന്നെ അച്ഛൻ കുറച്ച് എന്താ മേടിച്ചേ, എന്ത് മീനെ മേടിച്ചേ, അപ്പം അച്ഛൻ കുറച്ച് പുതിയതായിട്ട് വാളേനൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഈ ടാങ്കിലായിട്ട് ഇട്ടത്. ഇനിയിപ്പോൾ അത് ഉണ്ട് തോന്നിട്ടാ, ചാടിപ്പോയെന്ന് അറിയില്ല. കുറച്ചധികം മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇതിലാണെങ്കിൽ ചാടിപ്പോയാലും നമുക്ക് വേഗം അറിയാൻ പറ്റില്ല. കാരണം ഈ ഗ്യാപ്പുകളൊക്കെ ഉണ്ട്, ഈ സൈഡിലൊക്കെ ഓരോ ഗ്യാപ്പ് ചെറുതായിട്ടുണ്ടെങ്കിൽ ഒക്കെ ചാടിപ്പോവും. തിലോപ്പികൾ അങ്ങനെ ചാടില്ല. ഈ നമ്മുടെ എന്താണ് ബ്രാല് കണ്ണമീനും പിന്നെ കുറേ പേരൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ ഇവിടെ പാപ്പൻ്റെ പിള്ളേരൊക്കെ വരുമ്പോൾ ഒരു മ്യൂസിയം പോലെയാണ് ഈ വീട്. വരുന്നവരൊക്കെ വന്ന് മീനെ കാണണം, കിളീനെ കാണണം, അകത്ത് കയറി എൻ്റെ കുറേ സാധനങ്ങൾ, ഒരു മ്യൂസിയം പോലെയാണ് ഇവിടെ. അപ്പോൾ പിള്ളേരൊക്കെ വന്നിട്ട് മീനെ കാണലും തിന്നാൻ കൊടുക്കലൊക്കെയാണ്. ഈ ബ്രാലിനെ കണ്ണമീൻ എന്ന് വിളിക്കുക. അപ്പം പപ്പൻ്റെ മോൻ കേശു വന്നിട്ട് കണ്ണാന്ന് വിളിക്കും. അവർക്ക് ഇങ്ങനെ ഓരോ മീനും ഓരോ പേരൊക്കെ ഞാൻ ഇടാറുണ്ട്. അപ്പോൾ അവരതൊക്കെ വന്ന് വിളിക്കും. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് മീനെ കാണാനും. മോൾട്ടിയും കേശുമൊക്കെ വന്നിട്ട് ഇവിടെ മീനെ കാണാനാണ് മെയിൻ പണി. ഇവിടെ വരേണ്ടത് തന്നെ മീനെ കാണാനും പൂച്ചേനെ കാണാനും കിളീനെ കാണാനാണ്. അപ്പോൾ അവർക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ തീറ്റിട്ട് കൊടുക്കണം, നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. തീറ്റ എടുക്കുക, ഇടുക, എന്നിട്ട് മീനെ നോക്കിയിരിക്കലാണ് കേട്ടോ പണി. അപ്പോൾ തീറ്റിട്ട് വന്നാൽ കുറച്ച് എല്ലാവരും വരുമായിരിക്കും. അപ്പോൾ എല്ലാവരും ഇങ്ങനെ കാണിക്കാൻ പറ്റില്ല, എന്നാലും മാക്സിമം കാണിക്കാൻ നോക്കാം. ഇതിലത്തെ കാണാം കേട്ടോ എങ്ങനെയാണെന്ന്. അപ്പോൾ ഗൈസ് ഇതാണ് കേട്ടോ ഈ ടാങ്കിൽ. മൊത്തം തുറന്നില്ല, മൊത്തം തുറന്ന് ചിലപ്പോൾ ഇതൊക്കെ ഇടിഞ്ഞു പൊടിഞ്ഞ് താഴ്ത്തിയിടും, പറയാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെ ഉണ്ട് ഇങ്ങനത്തെ അസോള, ഞങ്ങൾ എന്തോ പേര് പറയട്ടെ, കുറേ ടൈപ്പ് പായൽ ഇവിടെ ഉണ്ടായിരുന്നു. ബട്ട് ഇപ്പോൾ കുറച്ചേ ഉള്ളൂ. ഇതാണെങ്കിലോ ഒരുപാടിങ്ങനെ നിറഞ്ഞ് മീൻ ശ്വാസം മുട്ടണ പോലെയോ അങ്ങനെ ഉണ്ടാവും കേട്ടോ. ഇത്തിരിക്കോളം മേടിച്ചത് അപ്പം നിറഞ്ഞു പോയി. പിന്നെ ഈ പാടത്ത് കിടക്കണ ഓരോന്നൊക്കെ എടുത്തിട്ട് വരും. പക്ഷെ അതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ വെച്ചാൽ ഈ കുഞ്ഞു ഒച്ചൊക്കെ അതിൽ കയറി വരും. പിന്നെ വേറൊരു ഒച്ചിൻ്റെ പോലെ സാധനമുണ്ട്, എന്താ വെച്ചാൽ എന്തോ ഒരു സാധനം ഉണ്ട് കേട്ടോ, ഞൗണിക്ക അങ്ങനത്തെ സാധനമുണ്ട്. പലയിടത്ത് പല രീതിയിലാണ് പറയുക. അപ്പം അതിനൊക്കെ പറക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലെല്ലാം ആ ടാങ്കിലാണ്. അപ്പോൾ ഇതിലത്തെ മീനുകൾക്ക് പൈപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ കയറി കടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് തിന്നാട്ട് കൊടുക്കാം, വരുമോ നോക്കാം. ഇന്ന് തിന്നാട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, അതാ വരുന്നു.
3-4 മീനുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇനിയുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ നോക്കി കണ്ടുപിടിക്കുക പറഞ്ഞാൽ എളുപ്പമല്ല. അത് കുറേ ഉണ്ട്. ആ അറ്റം വരെ ഉണ്ട് കേട്ടോ. അറ്റം വരെ ഉണ്ട്. അവിടം വരെ ഉണ്ട് നമ്മുടെ ടാങ്ക് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വല്ല ചാടിപ്പോയാലും ചത്താൽ പോലും ഒന്നും അറിയില്ല. ഞങ്ങൾ ഇടയ്ക്ക് ഒരു ഗോൾഡ് ഫിഷിൻ്റെ ടൈപ്പ് ഒരു മീനായിരുന്നു. ഒരു വലിയ കണ്ണായിട്ട് ഒരു തവളേനെ പോലെ ഇരിക്കും, ബ്ലാക്ക് കളർ മീൻ. അതിനെന്തോ പേര് പറയും, എനിക്കറിയില്ല, ഓർമ്മയില്ല. അപ്പോൾ ആ മീൻ ഞങ്ങൾ നല്ല ഇഷ്ടപ്പെട്ടിട്ട് മേടിച്ചിടും കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അതിനെ കാണില്ല, 2 ദിവസം കാണും, പിന്നെ അതിനെ കാണില്ല. അങ്ങനെ ഒരുപാട് മീനിട്ടിട്ട് മിസ്സായി പോയിട്ടുണ്ട്. ചത്തോ അത് ഇവരൊക്കെ കൂടി അറ്റാക്ക് ചെയ്യണം. എല്ലാ മീനുകളും ഒരുമിച്ചിടുക. അപ്പോൾ ചിലർ പറയും ഇതിനൊക്കെ കൂടി ഉപദ്രവിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ചിലരൊക്കെ ചാവുന്നുണ്ട്. പിന്നെ ഞങ്ങളിതിൽ ഒരു മീനിട്ടുണ്ടായിരുന്നു, സക്കർ എന്ന് പറഞ്ഞിട്ട് മീൻ. അത് വേസ്റ്റ് തിന്നുമെന്ന് പറഞ്ഞൊരു മീനായിരുന്നു കേട്ടോ. അതിലിട്ടിട്ടിട്ട് വലിയ അജാനബാഹുമായി വേസ്റ്റ് തിന്നുമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ വേസ്റ്റായിരുന്നു മൊത്തം പാത്രത്തിൽ. അതിനെ കൊണ്ട് വല്ലാത്ത ശല്യമായിരുന്നു. അത് എവിടേക്ക് ചാടിപ്പോയി. ഞാനിപ്പോൾ ഞങ്ങളിൽ ഇപ്പോൾ കറൻലി ഇങ്ങനത്തെ മീനുകളേ ഉള്ളൂ. തിന്നാൻ പറ്റുന്ന മീനുകൾ ഇപ്പോൾ വളർത്തണുള്ളൂ. മറ്റേ കാർപ്പ് അതിനൊന്നിപ്പോൾ നിർത്തി. ഫുള്ള് തിന്നാൻ പറ്റുന്ന മീൻ വാള, ബ്രാല്, ഇനി കുറച്ച് അനാബസ് അങ്ങനത്തെ മീനൊക്കെ തപ്പണം. അതൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ കിട്ടുന്ന മീനുകളൊക്കെ മേടിച്ചിട്ടിട്ടുണ്ട്. ഈ മീനുകളൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇപ്പം നല്ല സൈസായിട്ടുണ്ട്. ഇനി ചാടി പോകുമ്പോഴേക്കും പിടിക്കണം എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ഈ ടാങ്കിൽ അത്യാവശ്യം മീനെ തിന്നാൻ കൊടുക്കാം. ഇത് വെള്ളം അത്യാവശ്യം വറ്റിയിട്ടുണ്ട്. അതെന്തായാലും വൃത്തിയാക്കണം കേട്ടോ. ഞങ്ങൾ അടുത്ത ദിവസമായിട്ട് വൃത്തിയാക്കും. അപ്പോൾ അതിൻ്റെ വീഡിയോ പറ്റുവാണെങ്കിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. വൃത്തിയാക്കുന്നത് എങ്ങനെയെന്ന് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇത് അതുകൊണ്ട് വറ്റിക്കുന്നുണ്ട്. ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആരും വരുന്നില്ല. ചെറിയ മീനൊക്കെ വരുന്നുണ്ട്, വലിയൊരൊന്നും വരുന്നില്ല. വലിയൊരു ഒളിച്ചിരിക്കുകയാണ് ഇതിൻ്റെ ഉള്ളിൽ. കറുത്ത മീനായതുകൊണ്ട് തന്നെ കാണാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പാത്രം വെച്ചിരിക്കുകയാണ് കേട്ടോ. അതിൽ കുറച്ച് ഗപ്പികൾ ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ഞങ്ങൾ ഈ പാത്രത്തിലും കുറച്ച് മോളി, ബ്ലാക്ക് മോളി, അങ്ങനെ കുറച്ച് ഇത്തിരി വലിയ മീനുകൾ ഇട്ടിട്ടുണ്ട്. അതിൽ മൊത്തം ഗപ്പികളാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് പായൽ, ഇതിനുള്ളിൽ ഞങ്ങൾ ഓടൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു മീൻ കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനുള്ളിലൊക്കെ അവർ കയറി ഇരിക്കും, അങ്ങനെയൊക്കെ ചെയ്യും. ഇത് ഗപ്പികൾക്ക് ഈ തീറ്റ എല്ലായിട്ട് ഇട്ട് കൊടുക്കേണ്ടത്, വേറെ ടൈപ്പ് തീറ്റയാണ്. പക്ഷേ ഇപ്പോൾ ഇവരെല്ലാം ഇപ്പോൾ തിന്നും, അങ്ങനെയൊന്നും ഇല്ല, എല്ലാം തിന്നും. ടാങ്കിൻ്റെ വിശേഷം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറ്റുവാണെങ്കിൽ വൃത്തിയാക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസും കൂടി ആഡ് ചെയ്യാം കേട്ടോ, ഇതിലെങ്ങനെ ഞങ്ങൾ വൃത്തിയാക്കുന്നത് എന്നൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി, എന്തായാലും ഇങ്ങനത്തെ വീഡിയോസ് വേണമെങ്കിൽ ഇനിയും പറയാം കേട്ടോ. ഇനിയും ഇവിടുത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ കാണിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. പറ്റുവാണെങ്കിൽ എന്തായാലും അതൊക്കെ ഇടുന്നതായിരിക്കും. ഈ വീഡിയോ എപ്പോഴാണ് നിങ്ങളുടെ മുന്നിലേക്ക് വരികയെന്നൊന്നും എനിക്കറിയില്ല, എപ്പോഴെങ്കിലൊക്കെ വരും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എന്തായാലും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ആ ബെല്ലൈക്കനോട് നിൽക്കണം, എന്നാലും ഞാൻ വല്ലപ്പോഴെങ്കിലും ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.